Hello, good morning. Good morning. Good morning, ma'am. Morning. ഫുഡ് കഴിച്ചു എല്ലാവരും? ഇതൊക്കെ കഴിച്ചു. ഓക്കെ. എങ്ങനെയുണ്ട്? മഴയുണ്ടോ? നാട്ടിലൊക്കെ മഴയുണ്ടോ? ആ, മഴയുണ്ടല്ലേ? ആ, ഓക്കെ ഓക്കെ. നല്ല പോലെ മഴയുണ്ട്. ഇവിടെ നല്ല വെയിലാണല്ലോ. ഇടയ്ക്കിടയ്ക്കാണ് മഴ പെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് തേർഡ് യൂണിറ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓക്കെ, അതില് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു എന്താ പറയാ, ഡെൽഫി ടെക്നിക്ക് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ജസ്റ്റ് 2-3 പാരഗ്രാഫ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ എവിടെ തൊട്ടാണ് അല്ലെ? HR പ്ലാനേഴ്സ്, മീനിങ്, ടൈംസ് തുടങ്ങിയാണ് നമ്മൾ പറയേണ്ടത്. ആണോ? കറക്റ്റ് ആണോ പറഞ്ഞത്? ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇന്റേണൽ റിസോഴ്സ് നമ്മൾ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം കേട്ടോ. എന്താണ് ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് എടുക്കാം. ഹ്യൂമൻ റിസോഴ്സ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, മനുഷ്യ വിഭവത്തിന്റെ ആവശ്യകത കണക്കാക്കിയ ശേഷം അത്രയും ജീവനക്കാരെ എവിടെ നിന്ന് ലഭിക്കാം എന്ന് മുൻകൂട്ടി കണക്കാക്കുന്നത് അല്ലെ? അപ്പൊ എത്രത്തോളം ഇപ്പൊ ഓർഗനൈസേഷനിലാണെങ്കിൽ എത്രത്തോളം മനുഷ്യ വിഭവത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ ലേബേഴ്സിന്റെ ആവശ്യകത ഉണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി കാണുകയും അത്ര ലേബേഴ്സിന് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് മുൻകൂട്ടി കാണുന്നതിനെയാണ് നമ്മള് ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ? ഇനി അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? After forecasting the demand of HRR, obvious step is to forecast the supply of HR. Once an organization has a forecast, its future demand for employees, it then goes on to the next finding that is from where can it fulfill its requirements. It therefore need to determine if there are sufficient numbers and types of employees and how many are suitable for the requested position. Supply analysis needs planning for procurement, who, from where, how and when. It just can internal and external environment for the best fit candidate for the positions is needed. There are normally two sources of supply. അപ്പോ എന്താണ് നമ്മൾ അതിൽ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ഭാവിയിൽ എത്ര ജീവനക്കാരെ വേണമെന്ന് തീരുമാനിച്ച ശേഷം ജീവനക്കാരെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് അടുത്ത ഘട്ടമായിട്ട് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ അടുത്ത ഘട്ടമായിട്ട് തീരുമാനിക്കുന്നത് എന്താണ്? നമ്മൾ ജീവനക്കാരെ എത്ര വേണം എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടു. അതിനുശേഷം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കി കാണുന്നു അല്ലെ? അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിന് എത്ര ജീവനക്കാരെ വേണമെന്ന് തീരുമാനിച്ച ശേഷം ആവശ്യമായ എണ്ണം എത്രയാണ്, എത്ര ജീവനക്കാരെ വേണം, അതുപോലെ തന്നെ അവരുടെ യോഗ്യതയിലും
ഉള്ള ജീവനക്കാരെ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് കണ്ടെത്തുന്നതാണ് സപ്ലൈ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ ആളുകളെ കണ്ടെത്തിയാൽ മാത്രം പോരാ, ആ ജോലി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ക്വാളിറ്റി, കാപ്പബിലിറ്റി ഒക്കെ വേണം അല്ലെ. അത്തരത്തിലുള്ള ആളുകളെ വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. അത്തരത്തിലുള്ള ആളുകളെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് നമ്മള് കണ്ടെത്തുന്നതിനെയാണ് സപ്ലൈ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? ആരെ നിയമിക്കണം, എവിടെ നിന്ന് നിയമിക്കണം, എങ്ങനെ നിയമിക്കണം, എപ്പോൾ നിയമിക്കണം, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. അതിനുള്ള ആൻസേഴ്സ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ്, ജീവനക്കാരെ ലഭ്യമാക്കാനായിട്ട് 2 ഉറവിടങ്ങളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിക്രൂട്ട്മെന്റ് നമ്മള് ഡിപ്ലോമയിലൊക്കെ നമ്മൾ പഠിച്ചല്ലേ, എങ്ങനെയൊക്കെ ജീവനക്കാരെ നമുക്ക് ലഭിക്കും. 2 സോഴ്സസ് ആണുള്ളത്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. അതിനകത്ത് നമ്മൾ ഇന്റേണൽ സോഴ്സസ് എന്താണുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു ഇന്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം പറഞ്ഞു നോക്കിയേ. ഇന്റേണൽ സോഴ്സസ് ഇന്റേണലി നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കുന്നത് അല്ലെ. സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ തന്നെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള കഴിവുള്ള ജീവനക്കാരെ സ്ഥാപനത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിലേക്ക്, ആ പൊസിഷനിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ പ്രമോഷൻ കൊടുക്കാം, ട്രാൻസ്ഫർ, ഇതൊക്കെ വഴി നിയമിക്കുന്നതിന് അനുസരിച്ച് നമ്മൾ നിയമിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിലവുകൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെയൊക്കെ. അതുപോലെ തന്നെ അവരുടെ പ്രായം, ജീവനക്കാരുടെ പ്രായം, വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻസ്, അവരുടെ പരിശീലനം, പരിചയം, എക്സ്പീരിയൻസ്, ജോലിയിലെ പെർഫോമൻസ്, ഭാവിയിലെ കഴിവ്, ഇതൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ട് നമ്മൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ട്. അത് ഭാവിയിൽ ഒഴിവുകൾ വരുമ്പോൾ നമുക്ക് ഇത് നോക്കി അനലൈസ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും നമുക്ക് ഓരോ ജോലിയിലേക്കും അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്, ഇന്റേണൽ സോഴ്സസിൽ നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ആൻഡ് ഇന്റേണൽ സപ്ലൈ അനാലിസിസ് ഈസ് ഡൺ വിത്ത്. ഇതൊക്കെയാണ് 4 പോയിന്റ്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാഫിംഗ് ടേബിൾ ഓർ മാനിങ് ചാർട്ട് are pictorial shows of or organizational job along with the numbers of employees presently occupying those jobs and the future employment needs. എന്താണ് സ്റ്റാഫിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സ്ഥാപനത്തിലെ എല്ലാ ജോലികളും അവയിൽ ഉൾപ്പെടുന്ന ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണവും ഭാവിയിലെ ആവശ്യങ്ങളും കണക്കാക്കുന്ന ഒരു ടേബിൾ, അതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് ടേബിൾ എന്ന് പറയുന്നത്. അതായത് സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരും ഉണ്ടാവും, അവരുടെ എണ്ണം, എല്ലാ ജോലികളും ചെയ്യുന്ന ഓരോ ജോലികളും നമ്മൾ എടുക്കും, ലിസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം നമ്മൾ നോക്കി ഭാവിയിലെ ആവശ്യങ്ങളും, ഇപ്പൊ ഫ്യൂച്ചറിൽ എത്ര ജോലിക്കാരെ ആവശ്യമായിട്ട് വരും എന്നുള്ളത് നോക്കിയിട്ട് അത് കണക്കാക്കുന്ന ഒരു പട്ടികയാണ് എന്ത്, സ്റ്റാഫിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ജോലികളുടെ കാര്യങ്ങൾ, ജോലി എത്ര ഉണ്ട്, ഏതൊക്കെ ജോലികളാണ്, ഏതൊക്കെ ആളുകൾ അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ എണ്ണം, അതുപോലെ തന്നെ ഭാവിയിലേക്ക് ആവശ്യമായ എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വിശകലനം ചെയ്ത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ടേബിൾ ആണ് എന്ത്, സ്റ്റാഫിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മാർക്കോവ് അനാലിസിസ്. Shows the percentage and the actual number of employees who continue in each job form 1 year to the next, thus keeping track of arrangement of employees movement through various jobs. Thus, this analysis resulted in the composite network of display. എന്താണ് മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ജോലിയിൽ നിന്ന് അടുത്ത വർഷം എത്ര ജീവനക്കാര് തുടരും, ഒരു ജോലിയിൽ തന്നെ നെക്സ്റ്റ് ഇയർ എത്ര ജീവനക്കാരാണ് തുടർന്ന് പോകുന്നത്. ഓക്കെ,
എത്ര പേര് മാറും? ഇപ്പൊ റിട്ടയർഡ് ആവുന്നവരുണ്ടാവും, ചിലപ്പോ റിസൈൻ ചെയ്യാനായിട്ട് പോകുന്നവരുണ്ടാവും അല്ലെ? റിട്ടയർമെന്റ് അതൊക്കെ നമ്മൾ നോക്കും, എത്ര പേര് അതിൽ നിന്ന് മാറുന്നുണ്ട്. അപ്പൊ അത് നോക്കി കണക്കാക്കുന്ന ഒരു രീതിയാണ് മാക്രോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ളതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ ഒരു ജോലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഇയർ എത്ര ജീവനക്കാർ അത് തുടർന്നു പോകും, അതുപോലെ തന്നെ എത്ര ജീവനക്കാര് അതിൽ നിന്ന് മാറുന്നുണ്ട്, അതിന്റെ ഒരു ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ അത് കണക്കാക്കുന്ന രീതിയാണ് നമ്മളിവിടെ മാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒരു ജോലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം എത്ര ജീവനക്കാര് അത് തുടരുന്നു, ഓക്കെ, ഇത് തുടങ്ങും, അതുപോലെ തന്നെ എന്താണ് അത് എത്ര പേര് അതിൽ നിന്ന് മാറും എന്നുള്ളത് നമ്മൾ നോക്കുന്ന ഒരു രീതിയാണ് ഇത് മാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? സ്കിൽ ഇൻവെന്ററീസ്. ലിസ്റ്റ് ഈച്ച് എംപ്ലോയീസ് എഡ്യൂക്കേഷൻ, പാസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് എക്സെട്ര. എന്താണ്? ഓരോ ജീവനക്കാരുടെയും എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ വർക്ക് എക്സ്പീരിയൻസ്, കഴിവുകള് എന്നിവയുടെ ഒരു എന്താ പറയാ ഒരു പട്ടിക, അതിനെയാണ് നമ്മള് സ്കിൽ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. ഓക്കെ, ജീവനക്കാരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, കാര്യങ്ങള്, അവരുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പട്ടികയാണ് ഇത് സ്കിൽ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. ഇനി റീപ്ലേസ്മെന്റ് ചാർട്ട് ഉണ്ട്. റീപ്ലേസ്മെന്റ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ടു ഗെയിൻ ദ പ്രൊഫൈൽ ഓഫ് ജോബ് ഹോൾഡേഴ്സ് department wise and reveals those who could be used as the substitutes whenever the need arises. അതായത് എന്താണ് റീപ്ലേസ്മെന്റ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവനക്കാരൻ വിരമിക്കുകയോ അതുപോലെ തന്നെ സ്ഥലം മാറുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പകരം ആരെ നിയമിക്കുമെന്ന് കണക്കാക്കുന്ന ഒരു പട്ടിക. മനസ്സിലായോ? ചിലപ്പോ എന്ത് ചെയ്യും, ഇപ്പോ എല്ലാവരും ജീവിതകാലം മൊത്തം ഒരു ഓർഗനൈസേഷനിൽ തുടരില്ലല്ലേ, റിട്ടയർമെന്റ് പീരീഡ് ഉണ്ടാവും ഇല്ലേ? ഇപ്പൊ വിരമിക്കും, റിട്ടയർമെന്റ് ആവും അല്ലെ? ഇപ്പൊ റിട്ടയർഡ് ആവും. അതുപോലെ തന്നെ എന്താണ്, ഇനി സ്ഥലം മാറിപ്പോവുക, ട്രാൻസ്ഫർ ആയി പോവുക ചെയ്യാറുണ്ട് ഇല്ലേ? ഓരോ ഓർഗനൈസേഷനിൽ നിന്നും എന്താണ് ട്രാൻസ്ഫർ ആയിട്ട് പോവാറുണ്ട്. അപ്പൊ അങ്ങനെ വിരമിക്കുകയോ അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോവുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പകരം ആരെ നിയമിക്കുമെന്ന് കണക്കാക്കുന്ന നമുക്ക് ഓരോ കണക്കുകൂട്ടലുകൾ ഉണ്ടാവും അല്ലെ? ഓരോരുത്തരുടെയും എംപ്ലോയീസിന്റെ ആ ഒരു പട്ടിക, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒരു ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കണക്കൂട്ടൽ ഉണ്ടാവും. നെക്സ്റ്റ് ഇയർ ഇയാൾ വിരമിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ അറിയാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അത്തരത്തില് ആരാണോ വിരമിക്കുന്നത്, അതുപോലെ തന്നെ ആർക്കാണോ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത്, അപ്പൊ എന്താണ് അവിടേക്ക് ഒരാളെ നമ്മൾ നിയമിക്കേണ്ടതുണ്ട് അല്ലെ? പകരം ആരെ ആ പൊസിഷനിലേക്ക് നിയമിക്കണം എന്ന് കണക്കാക്കുന്ന ഒരു ചാർട്ട്, അതിനെയാണ് ഈ പട്ടിക, അതിനെയാണ് നമ്മള് റീപ്ലേസ്മെന്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, 4 കാര്യങ്ങളാണ് ഇന്റേണൽ സപ്ലൈ അനാലിസിസിൽ നമ്മൾ പറഞ്ഞത്. സ്റ്റാഫിംഗ് ടേബിൾ ഉണ്ട്. സ്റ്റാഫിംഗ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ഥാപനത്തിലെ എല്ലാ ജോലികളും അവയില് ഇപ്പോൾ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം, എല്ലാ ജോലികളും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയിലൊക്കെ എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ എണ്ണം, ഭാവിയിലെ ആവശ്യങ്ങൾ, എത്ര ജീവനക്കാരെ ഫ്യൂച്ചറിൽ ആവശ്യമായിട്ട് വരും എന്നുള്ളതിന്റെ ഒരു കണക്കാക്കുന്ന ഒരു പട്ടികയാണ് എന്ത് സ്റ്റാഫിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി മാർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എന്താണ്, ഒരു ജോലിയിൽ നിന്ന് അടുത്ത വർഷം എത്ര ജീവനക്കാര് തുടരും എന്നുള്ളത്. ഓക്കെ, ഒരു ജോലിയിൽ എത്ര ജീവനക്കാരാണ് അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ തുടരുന്നത്, ഇനി എത്ര പേര് മാറിപ്പോകും അല്ലെ? പോകുന്നവരുണ്ടാവും. അപ്പൊ അത് കണക്കാക്കുന്ന ഒരു പട്ടിക. ഇനി എന്താ പറയുന്നത്, സ്കിൽ ഇൻവെന്ററീസ്. സ്കിൽ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തി പരിചയം, അവരുടെ കഴിവുകൾ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു പട്ടികയാണ് സ്കിൽ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. റീപ്ലേസ്മെന്റ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
ചില ജീവനക്കാർ എന്താണ് വിരമിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആരാണോ വിരമിക്കുന്നത്, അതുപോലെ തന്നെ ആരാണോ സ്ഥലം മാറി പോകുന്നത്, അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആളുകളെ നമ്മൾ സെറ്റ് എന്താ പറയാ ആ പൊസിഷനിലേക്ക് നിയമിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവര് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ആ പൊസിഷനിലേക്ക് തുടരേണ്ടത് എന്ന് നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ കണക്കാക്കുന്ന ഒരു പട്ടികയാണ് ഇത് റീപ്ലേസ്മെന്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇന്റേണൽ സപ്ലൈ അനാലിസിസ്. വായിച്ചു കഴിഞ്ഞവര് എക്സ്റ്റേണൽ സോഴ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നോക്കിയാലോ, നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ സോഴ്സ്. അപ്പൊ ഇന്റേണൽ സോഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് external source. It is only when the cost of acquiring the labor from internal origin is more and also the present staff cannot be released for the future assignment, the company prefers to the external sources. Therefore, to scrutinize the following data should be available for the comprehensive stock forecast. Okay. അപ്പൊ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഒരു എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തരികമായിട്ടുള്ള സ്രോതസ്സുകൾ അല്ലെ, ആന്തരികമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് തൊഴിലാളികളെ ലഭിക്കുന്നതിനുള്ള ചെലവ് കൂടുതലായിരിക്കുമ്പോഴും നിലവിലുള്ള ജീവനക്കാരെ ഭാവിയിൽ ജോലിക്കായിട്ട് മാറ്റിവിടാൻ കഴിയാതിരിക്കുമ്പോഴും കമ്പനി എക്സ്റ്റേണൽ സോഴ്സസ് നിന്ന് ജീവനക്കാരെ നിയമിക്കാനായിട്ട് മുൻഗണന നൽകുന്നു. അതായത് നമ്മൾ ഇന്റേണലി ആന്തരികമായിട്ട്, അതായത് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്
ഇന്റേണലി ആന്തരികമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് തൊഴിലാളികളെ ലഭിക്കുന്നതിനുള്ള ചെലവുകൾ കൂടുമ്പോഴും അതുപോലെ തന്നെ എന്താണ് ഇവിടെ പറയുന്നത്, ഈ നിലവിലുള്ള ജീവനക്കാരെ ഭാവിയിൽ ജോലിക്ക് മാറ്റിവിടാൻ കഴിയാതിരിക്കുമ്പോൾ ചിലവര് ഇപ്പോ ചില വേക്കൻസിയൊക്കെ കമ്പനീസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ചിലപ്പോ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ചിലപ്പോ അത് ഭയങ്കര എന്താ പറയാ, അത് ഭയങ്കര ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ആ ജോലിക്ക് ഈ ജോലിയും ചെയ്യാനായിട്ടോ അത്രയ്ക്ക് ഉള്ള ഒരു രീതിയിലായിരിക്കും അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്സും അല്ലെങ്കിൽ കൂടുതൽ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാളെ തന്നെ നമ്മൾ പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇല്ല, ഇപ്പൊ ജോലി കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ജോലിയും ഈ ജോലിയും ചെയ്യാനായിട്ട്, വേക്കൻസി ഉള്ള ജോലിയും ചെയ്യാനായിട്ട് ഇന്റേണലി നമുക്ക് ആളുകളെ നിയമിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇന്റേണലി സോഴ്സിലുള്ള അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഉള്ളിലുള്ള ആളുകൾ എന്ന് പറയുന്നത്, അവരുടെ ജോലി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്, ജോലിഭാരം കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു ആളുടെ വേക്കൻസിയിലുള്ള ആളില്ല. അപ്പൊ അത്തരത്തിലുള്ള ആ ജോലിയും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഭയങ്കര ഭാരം അല്ലെ, ഓവർ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് കമ്പനി അത്തരത്തിലുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തും അല്ലെ. ഇനി അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ജീവനക്കാരുടെ പ്രവചനം തയ്യാറാക്കാനായിട്ട് താഴെ പറയുന്ന വിവരങ്ങള് ലഭ്യമായിരിക്കണം. അപ്പോ ഇനി എങ്ങനെയൊക്കെയാണ് ഇന്റേണൽ സോഴ്സിലൂടെ എക്സ്റ്റേണൽ സോഴ്സ് വഴി നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള 3-4 പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. Okay, first one നോക്കാം. The skill based potential trainability and current and potential efficiency level of the present workforce. അതായത് എന്താ പറയുന്നത്, നിലവിലുള്ള ജീവനക്കാരുടെ കഴിവുകള് പരിശീലനം നേടുന്നതിനുള്ള സാധ്യത, അവരുടെ കഴിവുകൾ, അവരുടെ സ്കിൽസ് എത്രത്തോളം ഉണ്ട്, പരിശീലനം നേടുന്നതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇപ്പോഴുള്ള കാര്യക്ഷമത, അവരുടെ എഫിഷ്യൻസി, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എഫിഷ്യൻസി എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണ് ഇപ്പോ ഭാവിയില് മെച്ചപ്പെടുത്താനായിട്ടുള്ള കഴിവ് എന്നിവ നമ്മൾ വിലയിരുത്തണം. ഓക്കെ, അപ്പൊ അവരുടെ സ്കില്ല്, അതുപോലെ തന്നെ ഇപ്പൊ ട്രെയിനബിലിറ്റി, അതായത് എന്താണ് ജീവനക്കാരുടെ കഴിവുകള്, പരിശീലനം നേടാനായിട്ടുള്ള സാധ്യത, ഇപ്പോഴത്തെ കാര്യക്ഷമത എങ്ങനെയാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഭാവിയിൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള കഴിവ് എന്നിവ നമ്മൾ വിലയിരുത്തുന്നു. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് എന്താണ്, the structure of the present workforce in terms of age distribution, skill, hours of work, rate of pay and so on. അതായത് നിലവിലെ ജീവനക്കാരുടെ ഘടന പരിശോധിക്കാം. ഇപ്പോഴുള്ള ജീവനക്കാരുടെ ഘടന എങ്ങനെയാണ് എന്നുള്ളത്, സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കുന്നു. അതില് പ്രായം, കഴിവുകള്, ജോലി സമയം, ശമ്പള നിരക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിലവിലുള്ള ജോലിക്കാരുടെ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, സ്കിൽസ്, വർക്ക് ഓഫ് അവരുടെ അവേഴ്സ്, അതുപോലെ തന്നെ പേ സ്കെയിൽ അല്ലെ, റേറ്റ് ഓഫ് പേ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇനി എന്താണ് ജീവനക്കാരുടെ എണ്ണം. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ദ പോസിബിൾ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് സൈസ് ആൻഡ് structure of the workforce due to resignations and retirements, promotions and transfers, absenteeism and other external factors, economic and cultural, which may cause such changes. അതായത് ജീവനക്കാരുടെ എണ്ണം എത്രയാണ്, അതുപോലെ തന്നെ അവരുടെ ഘടന, സ്ട്രക്ചർ, ഉൽപാദനക്ഷമത എന്നിവയിൽ വരാവുന്ന മാറ്റങ്ങൾ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. രാജി, അതുപോലെ തന്നെ വിരമിക്കല് അല്ലെ, റിട്ടയർമെന്റ് ഉണ്ടാവും, റെസിഗ്നേഷൻ അതായത് റിസൈൻ ചെയ്യാം, പിന്നെന്താ പറയാ ഈ പ്രമോഷൻസ്, ട്രാൻസ്ഫർ, ആബ്സെന്റിസം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സാമ്പത്തികമായും സാമൂഹികമായും ബാഹ്യ ഘടകങ്ങളും ഇത്തരം മാറ്റങ്ങൾക്ക് കാരണമാകാം. ഇതൊക്കെ എന്താണ്
ഇത്തരം മാറ്റങ്ങൾക്ക് കാരണമാകാമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാജിയാവാം, രാജിവെക്കുന്നതാവാം, അതുപോലെ തന്നെ വിരമിക്കുന്നതാവാം, അതുപോലെ തന്നെ എന്താ സ്ഥലം മാറ്റം, ഹാൻസ് ആവാതിരിക്കുക, അതായത് ആക്സിഡൻസം, അതുപോലെ തന്നെ സാമ്പത്തികവും സാമൂഹികവുമായ ബാഹ്യ ഘടകങ്ങളും ഇത്തരം മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് the availability of the appropriate skills in the external labor market for present and future uses. The HR planner will have to measure and monitor factors such as the market value, image or preference of the present labor for the company, ambition of the prospective candidate to join the company. അതായത് പുറത്തെ തൊഴിൽ വിപണിയില്, തൊഴിൽ മാർക്കറ്റില് ആവശ്യമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളെ ലഭ്യമാണോ എന്ന് പരിശോധിക്കണം. നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസിലൂടെ ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇത്രയ്ക്കും ഉള്ള ആളുകൾ, നമുക്ക് ഇവിടെ ജോലി ചെയ്യാനായിട്ടുള്ള കഴിവുകളുള്ള ആളുകൾ പുറത്തു നിന്നും അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കാം. അത്തരത്തിലുള്ള കഴിവുകളുള്ള ആളുകളാണോ എന്നുള്ളത് നമ്മൾ നോക്കാം, പരിശോധിക്കാം. കൂടാതെ കമ്പനിയുടെ വിപണി മൂല്യം, കമ്പനിയുടെ പ്രതിച്ഛായ, കമ്പനിയുടെ ജോലി ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള താല്പര്യം എന്നിവയും HR പ്ലാനേഴ്സ് വിലയിരുത്തേണ്ടതാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസുകളെ പ്ലാൻ ചെയ്യുന്ന പ്ലാനേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. എന്താണ്, പുറത്തു നിന്ന് ആളുകളെ നമ്മള് കമ്പനിയിലേക്ക് എടുക്കുമ്പോൾ അത്തരത്തിലുള്ള കഴിവുകളുള്ള ആളുകൾ ആണോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ വിപണി മൂല്യം, കമ്പനിയുടെ പ്രതിച്ഛായ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, കമ്പനിയിലെ ജോലി ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്കുള്ള താല്പര്യം, ഇതൊക്കെ വിലയിരുത്തിയിട്ട് വേണം ആളുകളെ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, ഇന്റേണലി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് എടുക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പ് അനാലിസിസ്. Final stage is to compensate the demand and the supply gap. The closer the gap between the gap, the better it is for the company when it actually goes into the procuring. A comparison chart can be formulated to find what is available and to what extent it can fulfill the demand forecasted. The exercise help us have an idea of the quantitative and qualitative gap in the workforce. A settlement of demand and a supply forecast will give the number of people to be recruited more maid surplus as the case may be. In this process, a company always need to keep repeating this step as it functions in a changing environment and the conditions change and the product mix. Union agreement and comparative action, competitive action are some of the significant things that need special attention. The human resource requirements thus identified are rendered into the complete HR plan, supported by thorough policies and other human resources instruments and method. For example, recruitment, selection, training, promotion, retirement, replacement, etc. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്? അതായത് മാനവ വിഭവ വിടവ് വിശകലനം എന്നാണ് അതിന്റെ മീനിങ്, അല്ലെങ്കിൽ മലയാളത്തിലുള്ള മീനിങ് ആയിട്ട് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പ് അനാലിസിസിനെ പറയുന്നതാണ് മാനവ വിഭവ വിടവ് വിശകലനം. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ജീവനക്കാരും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുന്ന അവസാന ഘട്ടമാണ്. ഓക്കെ, അപ്പോ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പ് അനാലിസിസ് എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായ ജീവനക്കാരും സ്ഥാപനവും തമ്മിലുള്ള ഒരു വ്യത്യാസം, സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ജീവനക്കാരുണ്ടാവുമല്ലോ, ആ ജീവനക്കാരുടെ അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അവസാന ഘട്ടമാണ് ഇത്. എന്താണ്? ജീവനക്കാരുടെ ആവശ്യകത, ഡിമാൻഡ് അല്ലെ. നമ്മള് കുറെ ഇപ്പോ കമ്പനിയിൽ നമുക്ക് എന്താ പറയാ വേക്കൻസീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ നമ്മൾ ഡിമാൻഡ് ചെയ്യും അല്ലെ. നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ആവശ്യകത അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്, അതുപോലെ തന്നെ അവരുടെ ലഭ്യത, അതായത് സപ്ലൈ തമ്മിലുള്ള വിടവ് കുറയ്ക്കുന്നതാണ് സ്ഥാപനത്തിന് നല്ലതെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആവശ്യകത, അവരുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തമ്മിലുള്ള വിടവ് കുറയ്ക്കുന്നതാണ് സ്ഥാപനത്തിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ അല്ലെങ്കിൽ ജീവനക്കാരെ ഉണ്ടാകുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ വേക്കൻസീസ് എപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആയാലും നല്ല രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ പിന്നീട് അവിടെ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ചിലവ് കൂടും. ഓക്കെ, അപ്പൊ അത് ഏറ്റവും സ്ഥാപനത്തിന് നല്ലതെന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ ജീവനക്കാര് ഉണ്ടാകുക എന്നതാണ്. ഇതിനായിട്ട് ഒരു താരതമ്യ പട്ടിക, അപ്പൊ കമ്പാരിസൺ ചാർട്ട് നമ്മൾ തയ്യാറാക്കണം. അത് തയ്യാറാക്കി ഇപ്പോൾ എത്ര ജീവനക്കാർ ലഭ്യമാണെന്നും അവരുടെ ആവശ്യകത എത്രത്തോളം നിറവേറ്റും എന്നും പരിശോധിക്കുന്നു. ഇപ്പൊ സ്ഥാപനത്തിന് ഫ്യൂച്ചറിൽ എത്രത്തോളം അത് അവിടെ നല്ല രീതിയിൽ പോകാനായിട്ട് സക്സസ്ഫുൾ ആകാനായിട്ട് അവർ നോക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ സ്ഥാപനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട്
സ്ഥാപനത്തിന് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന ജീവനക്കാർ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നു. ഇതിലൂടെ ജീവനക്കാരുടെ എണ്ണത്തിലും കഴിവിലും ഉള്ള കുറവുകൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ജീവനക്കാരുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും നമ്മുടെ സ്കില്ലും കാര്യങ്ങളും കഴിവുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നു. ഈ വിശകലനത്തിന് ശേഷം എത്ര പുതിയ ജീവനക്കാരെ നിയമിക്കണം, അല്ലെ? ഇപ്പൊ എന്താണ് ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഈ വാക്കൻസീസ് നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഇനി അതിനകത്തേക്ക് എത്ര ജീവനക്കാരെ നമ്മൾ എടുക്കേണ്ടതുണ്ട്, റിക്രൂട്ട് ചെയ്തെടുക്കണം, അല്ലെ? അല്ലെങ്കിൽ ഫില്ല് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നു. അല്ലെങ്കിൽ അധികം ജീവനക്കാർ ഉണ്ടോ, ഇനി എന്താണ് ഇപ്പോ 5 പേർക്ക് ചെയ്യാനായിട്ടുള്ള ജോബ് ഉള്ളൂ, 10 പേരുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് 5 പേര് എക്സ്ട്രാ ആണ്, അല്ലെ? അപ്പൊ അത്രയും എന്താണ് അധികമായിട്ടുള്ള ജീവനക്കാരൻ എത്രയുണ്ട്, അല്ലെങ്കിൽ എന്താ നോക്കാം പുതിയ ജീവനക്കാരെ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം, തീരുമാനമെടുക്കുന്നു. അതിനുശേഷം എന്താ പറയുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കുന്നു. അതനുസരിച്ചിട്ട് ബിസിനസിന്റെ സാഹചര്യങ്ങൾ ഓർഗനൈസേഷനില്, അപ്പൊ ബിസിനസ് ആണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ഓർഗനൈസേഷൻ അത് അവരുടെ ആ ബിസിനസ് സാഹചര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകള്, ഉൽപ്പന്നങ്ങള്, തൊഴിലാളികളുടെ യൂണിയൻ കരാറുകള്, ഓരോ ട്രേഡ് യൂണിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് അല്ലെ മത്സര സാഹചര്യങ്ങള് എന്നിവ മാറുന്നതിനാൽ ഈ പ്രക്രിയ ഇടയ്ക്കിടെ ആവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇപ്പോൾ ചിലപ്പോ ഇപ്പൊ ഒരു 6 മാസം കൂടുമ്പോൾ ജീവനക്കാർ കൂടാം, അല്ലെങ്കിൽ ജോലി കുറയാം, ജോലി കൂടാം. അപ്പൊ ഇതൊക്കെ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കമ്പനിയിൽ ജോലി കൂടാം, കമ്പനിയിൽ ജോലി കുറയാം, ജീവനക്കാർ കുറയാം, പെട്ടെന്ന് ആളുകൾ ചിലപ്പോൾ റിസൈൻ ചെയ്ത് പോകാം, ഇതൊക്കെ. അപ്പൊ ഇത് എന്തൊക്കെയാണ് നമ്മളെപ്പോഴും കമ്പനിയുടെ സാഹചര്യങ്ങൾ, ബിസിനസ് സാഹചര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളായാലും, തൊഴിലാളികളുടെ യൂണിയൻ കരാറുകള്, മത്സര സാഹചര്യം എന്നിവ നമുക്ക് മാറുന്നതിനാൽ ഇടയ്ക്കിടെ ഈ പ്രക്രിയ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കമ്പനിയിൽ എത്ര ജീവനക്കാരുണ്ട്, ഇനി പുതിയതിനെ എടുക്കണോ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ മുൻപത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കില്ലുകള്, എത്ര ജീവനക്കാരെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത്. അവസാനം കണ്ടെത്തിയ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി HR പദ്ധതി, അതായത് HR പ്ലാനുകൾ തയ്യാറാക്കുന്നു. അത് എല്ലാം വിശകലനം ചെയ്തിട്ട് അവസാനം ഒരു HR പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനാൽ റിക്രൂട്ട്മെന്റ്, പരിശീലനം, സ്ഥാനക്കയറ്റം, ട്രാൻസ്ഫർ, ഇതൊക്കെ വിരമിക്കല്, അതുപോലെ തന്നെ എന്താണ് പകരക്കാരെ നിയമിക്കല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, HR പ്ലാനുകൾ തയ്യാറാക്കാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗ്യാപ്പ് അനാലിസിസിൽ വരുന്നത്. ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിൽ ആവശ്യമായിട്ടുള്ള ജീവനക്കാർ തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടെത്തുന്ന ഒരു അവസാന ഘട്ടമാണ് ഗ്യാപ്പ് അനാലിസിസ്. അതിലെന്താണ് കമ്പനിയിൽ എത്ര ജീവനക്കാരെ വേണം, അവരുടെ ലഭ്യത, അതൊക്കെ എന്താണ് കുറവാണ്, അതിന്റെ വിടവ് കുറവാണെന്നുണ്ടെങ്കിൽ, ഇവ തമ്മിലുള്ള വിടവ് കുറവാണെങ്കിൽ സ്ഥാപനത്തിന് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതായത് ജീവനക്കാരെ ഉണ്ട്, കറക്റ്റായിട്ട് ജീവനക്കാരുടെ കറക്റ്റായിട്ട് ജോലി തുടർന്നുകൊണ്ട് പോകാനായിട്ട് സ്ഥാപനത്തിന് പറ്റുമെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണല്ലോ അത്. ഇനി ജീവനക്കാരെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ എക്സ്റ്റേണലിലേക്ക് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയിട്ട് ആ വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ചിലവ് കൂടുതലും കാര്യങ്ങളൊക്കെയാണ്. അതാണ് അവിടെ പറയുന്നത്. അവർ തമ്മിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ തമ്മിലുള്ള വിടവ് കുറവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ് സ്ഥാപനത്തിന്. അതുപോലെ തന്നെ ഒരു കമ്പാരിസൺ ചാർട്ട് നമ്മൾ തയ്യാറാക്കാം. ജീവനക്കാരെ എത്ര വേണം, ലഭ്യമാക്കണം എന്നുള്ളത്, അവർക്ക് അവരുടെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചറിൽ അവരുടെ ആവശ്യകത നിറവേറ്റാനായിട്ടുള്ള ജീവനക്കാരുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എത്ര ജീവനക്കാര് അവിടെ വേണം, ഇനി അവരുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ വിശകലനത്തിന് ശേഷം എത്ര പുതിയ ജീവനക്കാരെ നിയമിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അധികമായിട്ടുള്ള ജീവനക്കാരും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാം. അതനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ബിസിനസ് സാഹചര്യങ്ങള്, ഉൽപ്പന്നങ്ങള്, തൊഴിലാളികളുടെ യൂണിയൻ കരാറുകള്, മത്സര സാഹചര്യം എന്നിവ മാറുന്നതിനാൽ പ്രക്രിയ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇടയ്ക്കിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇനി അവസാനം എന്താണ്, നമ്മൾ റിക്രൂട്ട്മെന്റ് പ്ലാൻ HR പ്ലാൻ നമ്മൾ തയ്യാറാക്കും, അല്ലെ? HR പ്ലാൻ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, റിക്രൂട്ട്മെന്റ്, പരിശീലനം, സ്ഥാനക്കയറ്റം, ട്രാൻസ്ഫർ, വിരമിക്കല്, പകരക്കാരെ നിയമിക്കല്, ഇതൊക്കെ ഇതിനകത്ത് HR പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം HR പ്ലാൻ തയ്യാറാക്കാനായിട്ട്. ഓക്കെ,
Also again gap analysis. Human resource gap analysis. Next topic human resource plan operative formulation. Organizations function in a changing environment. Consequently, human resource requirements also change continually. Change in productiveness, union agreement, dynamic actions are some of the important things that demand special attention. A human resource requirement identify the need to be converted into the concrete HR plan, backed up by detailed policies, programs, and strategies for recruitment, selection, training, promotion, retirement, replacement, etc. The works to depicts the different operative subtype of plans as the result of HR planning. ഓക്കെ, ഇതിൽ പറയുന്നത് ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലാണ്, അല്ലെ? ചേഞ്ചസ്, എൻവയോൺമെന്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ചേഞ്ച് വരുത്തണം, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പണ്ടുള്ള ടെക്നോളജീസ് ആണോ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്? പണ്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പറിലൊക്കെയാണ് അവര് റെക്കോർഡുകളൊക്കെ എഴുതി സൂക്ഷിക്കുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങളും രോഗിയുടെ കാര്യങ്ങളായാലും അവിടുത്തെ ഡോക്യുമെന്റ്സ് ഓരോ കാര്യങ്ങളായാലും റെക്കോർഡ്സ് ആയാലും അവർ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് വെക്കും, അല്ലെ? ഓക്കെ, അപ്പോ പണ്ടുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ള ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഉള്ളത്, അല്ലെ? ഇപ്പൊ ബാങ്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹോസ്പിറ്റൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ സ്കൂളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബിസിനസ് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് പണ്ടുള്ള ടെക്നോളജിയാണ് അവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്? അല്ല, കാലത്തിനോടനുബന്ധിച്ച് ചേഞ്ചസ് വരുമ്പോൾ അവര് ആ ചേഞ്ചസും അവര് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഓക്കെ, ഇനി അതിനാൽ മനുഷ്യ വിഭവ ആവശ്യകതകളും തുടർച്ചയായിട്ട് മാറില്ലേ? ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യകതകളും ചേഞ്ചസ് വരുമ്പോൾ എൻവയോൺമെന്റിൽ ചേഞ്ചസ് വരുമ്പോഴും
എന്താണ് അല്ലെങ്കിൽ പല ടെക്നോളജീസ് സർവീസിലെ കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് മനുഷ്യ വിഭവ ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യകതകളായാലും ചേഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. അതിനാൽ നമ്മൾ പറഞ്ഞു മനുഷ്യ വിഭവ ആവശ്യകതകൾ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇനി ഉൽപ്പന്നങ്ങളിലെ മാറ്റങ്ങള്, തൊഴിലാളി യൂണിയൻ കരാറുകള്, മറ്റ് സാഹചര്യങ്ങളിലെ മാറ്റങ്ങള് എന്നിവ HR ഹ്യൂമൻ റിസോഴ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ചേഞ്ചസ് വരുന്നതിനോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സിലും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ആ ചേഞ്ചസ് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് വെച്ചാല് ഉൽപ്പന്ന മാറ്റങ്ങള്, അതുപോലെ തന്നെ തൊഴിലാളി യൂണിയൻ കരാറുകള്, മറ്റു സാഹചര്യങ്ങളിലെ മാറ്റങ്ങള്, ഇതൊക്കെ ഈ ചേഞ്ചസിൽ ഉൾപ്പെടുന്നവയാണ്. അതിനാൽ കണ്ടെത്തിയിട്ടുള്ള HR ആവശ്യകതകളെ വ്യക്തമായ HR പദ്ധതിയായിട്ട് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അത് ആ പദ്ധതിക്ക് അനുയോജ്യമായിട്ടുള്ള നയങ്ങള്, പോളിസീസുകള്, അതുപോലെ തന്നെ പ്രോഗ്രാംസുകള്, സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് എന്നിവ തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു പണ്ടുള്ള കാലങ്ങളിൽ ചേഞ്ചസ് ഇപ്പോഴും നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്സിലോട്ട് എത്തിയല്ലേ ഓരോ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? പോളിസീസ് ആയാലും പണ്ടുള്ള പോളിസി ആയിരിക്കില്ല, അതിനകത്തൊക്കെ ചേഞ്ചസ് വരും. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ചേഞ്ചസുകള് ഇപ്പൊ പോളിസിയിലായാലും അതുപോലെ തന്നെ പ്രോഗ്രാംസിലായാലും സ്ട്രാറ്റജീസിലായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അനുയോജ്യമായിട്ടുള്ള അത് ഇപ്പോ ചേഞ്ചസ് വന്നിരിക്കുന്നത് പോലെ തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള ആ ചേഞ്ചസിനോടൊപ്പം അനുയോജ്യമായിട്ടുള്ള പോളിസീസും പ്രോഗ്രാംസുകളും സ്ട്രാറ്റജീസുകളും നമ്മൾ തയ്യാറാക്കണം എന്നാണ് പറയുന്നത്. ഈ ഇവ നിയമനം, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, അതുപോലെ തന്നെ പ്രമോഷൻ, റിട്ടയർമെന്റ് തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഈ എന്താണ് പറയാ ചേഞ്ചസ് ഇവയിലും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഓപ്പറേറ്റീവ് ഫോർമുലേഷൻ. ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ നടപ്പാക്കൽ, അതാണ് പറയുന്നത് എങ്ങനെ നടപ്പാക്കാൻ പറ്റും. സാഹചര്യങ്ങളോടനുബന്ധിച്ച് നമ്മൾ ചേഞ്ചസ് ആകണം എന്നാണ് പറയുന്നത്. ഓരോ കാര്യങ്ങൾക്കായാലും അപ് ടു ഡേറ്റ് ആയിട്ട് ചേഞ്ചസ് വരണം എന്നാണ് അതിന്റെ കൺസെപ്റ്റ് കേട്ടോ. കിട്ടിയായിരുന്നോ? നമ്മളിത് ഡിസ്കസ് ചെയ്തത് എന്താണ് ഇന്റേണൽ സോഴ്സ് എന്താണ്, അതിന്റെ സപ്ലൈ അനാലിസിസ് അല്ലെ. ഇന്റേണൽ സപ്ലൈ അനാലിസിസ് ഒരു 4 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി എക്സ്റ്റേണൽ സോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ ഒരു 4 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഇനി അതിനുശേഷം ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പ് അനാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഓപ്പറേറ്റീവ് ഫോർമുലേഷൻ. ആ പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ എന്താ ബോക്സ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്ര വരെ ഓക്കെ ആണോ? ഇന്നത്തെ കാര്യങ്ങള് ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.